വെൽക്കം ടു ആൾ. ഞാൻ സതീഷ് കുമാർ. ഇന്നിപ്പോൾ ഒരു ചെറിയ സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങൾ മുന്നിലെത്തിയിരിക്കുന്നത്. സബ്ജക്റ്റ് വേറൊന്നുമല്ല, മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്നുള്ള ഒരു ചെറിയ ടോപ്പിക്. ഇതിപ്പോൾ 10th സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ ഒരു 9th സ്റ്റാൻഡേർഡ് മുതൽ ഏകദേശം എഞ്ചിനീയറിംഗ് വരെയുള്ള ആൾക്കാർക്കും ഉപയോഗപ്പെടുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിൽ ആദ്യം conducting materials are materials which will allow current to pass through them is called conducting materials. അതായത് ഒരു ഇലക്ട്രിസിറ്റിയെ ഫ്ലോ ചെയ്യാൻ, അതും ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന മെറ്റീരിയൽസിനെ കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നു. എക്സാമ്പിൾസ് സിൽവർ, കോപ്പർ, അയൺ, അലുമിനിയം, ബ്രാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. Materials which obstruct the flow of current without any power loss are insulating materials. അതായത് പവർ ലോസ് മീൻസ് ഒന്നിന്ന് അപ്പുറത്തേക്ക് പോകാനേ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവിടെ പവർ ലോസേ ഉണ്ടാവുന്നില്ല. പവർ അപ്പുറത്തോട്ട് പോയാലും ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടിങ് മെറ്റീരിയൽസിൻ്റെ ഒരു സൈഡിൽ സപ്ലൈ കൊടുത്ത് മറു സൈഡിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് കിട്ടും, അല്ലെങ്കിൽ അവിടെ സപ്ലൈ കിട്ടും. പക്ഷേ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണെങ്കിലോ ഒരു സൈഡിൽ കൊടുത്ത് അടുത്ത സൈഡിൽ പോകുമ്പോഴത്തേക്ക് അവിടെ സപ്ലൈ ഉണ്ടാവത്തേ ഇല്ല. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മൈക്ക, പേപ്പർ, വുഡ്, റബ്ബർ, എക്സെട്ര. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാം ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്താണ് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസ്? മെറ്റീരിയൽസ് വിച്ച് സ്റ്റോർ ഇലക്ട്രിക് എനർജി ആർ കോൾഡ് ഡൈഇലക്ട്രിക്സ്. സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ്. The materials are used in condensers which are used for power factor correction in electrical circuits. അപ്പോൾ ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ കാപ്പബിലിറ്റി ഉള്ള മെറ്റീരിയൽസിനാണ് നമുക്ക് ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റേഴ്സ്, കണ്ടൻസേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഈ കപ്പാസിറ്റേഴ്സ് നമ്മൾ സാധാരണഗതിയിൽ AC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പവർ ഫാക്ടറിൻ്റെ ഒരു കറക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കറക്ഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, കപ്പാസിറ്റൻസിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്നുള്ളത് എയർ, ഓയിൽ, അതായത് എയർ ടൈപ്പ് കപ്പ് ഉണ്ട്, ഓയിൽ ടൈപ്പ് ഉണ്ട്, പേപ്പർ ടൈപ്പ് ഉണ്ട്, മൈക്ക ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് നോക്കാം. മെറ്റീരിയൽസ് വിച്ച് പ്രൊവൈഡ് ദ പാത്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സച്ച് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഇൻ റൊട്ടേറ്റിംഗ് മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, എക്സെട്ര. ഓക്കെ, എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിന് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിന്, മാഗ്നറ്റിക് പവറിന്, മാഗ്നറ്റിക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന, അതായത് ഒരു മാഗ്നറ്റിക് പവർ ഒരു മാഗ്നറ്റ് കൊണ്ട് അടുത്ത് വയ്ക്കുമ്പോൾ മറ്റത് മാഗ്നറ്റ് ആവുന്ന, അല്ലെങ്കിൽ ഒരു നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇതിൻ്റെ മുകളിൽ ഒരു കമ്പി ചുറ്റിയിട്ട് അതിനകത്തൂടെ കറണ്ട് കൊടുക്കുമ്പോൾ അത് കാന്തമാവുന്ന, അങ്ങനെയുള്ള ടൈപ്പ് മെറ്റീരിയൽസിനെയാണ് എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് എന്താണ്, ട്രാൻസ്ഫോമേഴ്സ്, മോട്ടോർ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾസ് പറയണ അയൺ, സ്റ്റീൽ, പിന്നെ അതിൻ്റെ തന്നെ അലോയ്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ്. എന്താണ് ഈ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ്? മെറ്റീരിയൽസ് ആർ ചേഞ്ച് ദ ഫോം ഓഫ് സിഗ്നൽസ് ഫ്രം വൺ ഫോം ടു അനദർ ആർ കോൾഡ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇങ്ങനെയുള്ളതൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം എന്താണ്, സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്താ, ഡയോഡും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് ഏതാണ്, സിലിക്കണും ജെർമേനിയുമാണ്. ഇനിയുള്ളത് സ്പെഷ്യൽ മെറ്റീരിയൽസ്. അതെന്ന് പറയുന്നത് ഇത് നമ്മുടെ പല ആവശ്യങ്ങൾ, കൂടുതലും സാധനങ്ങൾ ഈ സ്പെഷ്യൽ മെറ്റീരിയൽസിൽ മാക്സിമം സാധനങ്ങളും ഇൻസുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ഇനാമൽ, പെയിൻറ്റ്, വാർണിഷ്, അങ്ങനെ കുറേ സാധനങ്ങൾ, അതായത് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലാതെ പെയിൻറ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്താണ്, നമ്മുടെ സ്പെഷ്യൽ മെറ്റീരിയൽസ് ആണ്. ഇനി നമുക്ക് അവസാനമായിട്ട് കോപ്പറും അലുമിനിയവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. അപ്പോൾ കോപ്പർ നോക്കുക, ഇറ്റ് ഈസ് കോസ്റ്റ്ലി, അതേസമയം അലുമിനിയം ആണെങ്കിലോ ചീപ്പ്. രണ്ടിൻ്റെ തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്, അല്ലാതെ മറ്റു മെറ്റീരിയൽസുമായിട്ടുള്ള അല്ല. ദെൻ കോപ്പർ എന്ന് പറയുമ്പോൾ നിയർ ബൈ 100% ഓഫ് കണ്ടക്ടിവിറ്റി, അതായത് പൂർണ്ണമായിട്ട് 100% കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും എന്താണ്, നമ്മൾക്ക് അതിനകത്ത് കണ്ടക്ടിവിറ്റി മാക്സിമം ഉണ്ട്. പിന്നെ പക്ഷേ അലുമിനിയം ആണെങ്കിലോ ഇതിനെ അപേക്ഷിച്ച്, കോപ്പറിനെ അപേക്ഷിച്ച് 75% ഉള്ളൂ. ഇനി കോപ്പറിന് ഗുഡ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ, പെട്ടെന്നൊന്നും എന്തായത്തില്ല,
ഇത് കൊറോഷൻ ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ സെയിം നമ്മൾ ഇതാണ് അലുമിനിയം ഗുഡ് റെസിസ്റ്റൻസ് ടു ദ കൊറോഷൻ. ഗുഡ് ഡക്റ്റിലിറ്റി ആൻഡ് മാലബിലിറ്റി രണ്ടിനും, അതായത് അടിച്ചു വരുത്താനും വലിച്ചു നീട്ടാനും ഒക്കെ രണ്ടിനും ഒരുപോലെ സാധിക്കും. ഇനി സോൾഡറിങ് ആൻഡ് വെൽഡിങ് കപ്പാസിറ്റി ഈസ് ഗുഡ്. ഈ കോപ്പർ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് അതിനകത്ത് സോൾഡർ ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ അതേസമയം അലുമിനിയത്തിൽ അത് പാടാണ്. വെരി സ്മോൾ ക്രോസ് സെക്ഷൻ ക്യാൻ ക്യാരി ഹെവി കറണ്ട്. ഒരു ചെറിയ ഏരിയ ഉള്ള, അതായത് അതിൻ്റെ സൈസ് ചെറുതായിരുന്നാൽ മതി, പക്ഷേ ഒരുപാട് കറണ്ട് ക്യാരിയിങ് ഉണ്ടാവും. സമയം കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി 50% മോർ ദാൻ കോപ്പർ. ഇതിന് മറ്റേതെന്താണ്, ഇതിൻ്റെ കാലം ഒരു 50% പകുതിയും കൂടെ കപ്പാസിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിലെല്ലാം അല്ലെങ്കിൽ നല്ല കമ്പനികളുടെ എല്ലാം ഫാന് അല്ലെങ്കിൽ മറ്റു മോട്ടോറുകൾ ഇതൊക്കെ വൈൻഡ് ചെയ്തിരുന്നത് കോപ്പറിട്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അത് കൂടുതൽ എന്താ സംഭവിക്കുന്നത്, അലുമിനിയത്തിൽ ചെയ്തിട്ട് കോപ്പർ വാർണിഷ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ റെസിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പവറിനും എല്ലാം വളരെ വ്യത്യാസം അലുമിനിയത്തിനുണ്ട്. പക്ഷേ കോപ്പർ ആകുമ്പോൾ നല്ല എഫിഷ്യൻസി കിട്ടും, മറ്റേ പറയുന്നത്ര എഫിഷ്യൻസി ഉണ്ടാവത്തില്ല. ഓക്കെ, അടുത്തത് കോപ്പർ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. അതേസമയം ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് മോർ ദാൻ, പക്ഷേ ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് കോപ്പറിനുണ്ടെങ്കിലും അലുമിനിയത്തിന് എന്താണ്, അതിനേക്കാളും വളരെ കൂടുതലാണ്. ഇനി അതേ സമയം കളർ എന്ന് പറയുന്നത് കോപ്പറിൻ്റെ ഒരുമാതിരി റെഡിഷ് കളറാണ്. കോപ്പറിൻ്റെ കളർ നമുക്കറിയാം, അതുപോലെ അലുമിനിയത്തിൻ്റെ കളർ അറിയാം. അലുമിനിയം വൈറ്റിഷ് കളറാണ്. ഓക്കെ, താങ്ക് യു.